ചെറുപ്പം മുതലേ ആടിനെയും പശുവിനെയും വളർത്തി പഠനത്തോടൊപ്പം വരുമാനവും കണ്ടെത്തുകയാണ് മലപ്പുറം കൊടിഞ്ഞി സ്വദേശി ഫൈസാൻ. പഠനം തുടരുമ്പോഴും നല്ലൊരു ക്ഷീര കർഷകനായി തുടരാനാണ് ഫൈസാന് താല്പര്യം. പത്താം വയസ്സിൽ ഒരു ആടിനെ വേണമെന്ന് ഫൈസാൻ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ വീട്ടുകാർ ആദ്യം അത് കാര്യമായെടുത്തില്ല. സ്ഥിരമായി ഫൈസാൻ ഈ ആഗ്രഹം വീട്ടുകാരോട് പറഞ്ഞതോടെ വീട്ടുകാരും ബന്ധുക്കളും നൽകിയ പണം ഉപയോഗിച്ച് ആദ്യം 2 ആടിനെ വാങ്ങിയാണ് തുടക്കം. ഇന്നിപ്പോൾ ആടുകൾ, പശുക്കൾ, കോഴികൾ, താറാവുകൾ അങ്ങനെ എല്ലാം ഉണ്ട്. കുടുംബക്കാരെ വീട്ടിൽ നിന്ന് 2 ആടിനെ വാങ്ങി. ആ ആട് പ്രസവിക്ക് കഴിഞ്ഞു 4 കുഞ്ഞുങ്ങൾ. അങ്ങനെ 4 കുഞ്ഞുങ്ങളിൽ നിന്ന് 8 കുഞ്ഞുങ്ങൾ. അങ്ങനെ ഒരു 15 ആടിലേക്ക് മാറി. ആദ്യം ഒരു കൂടായിരുന്നു, പിന്നെ വേറൊരു കൂടാക്കി, പിന്നെ ഹൈടെക് കൂടായിട്ട് മാറ്റി. അങ്ങനെ അതിലേക്കൊരു 10-15ഓളം ആടുകൾ എത്തിച്ചാൻ കഴിഞ്ഞു. പഠനത്തെ ബാധിക്കാതെയാണ് ഫൈസാൻ ആടുകളെയും പശുക്കളെയും പരിപാലിക്കുന്നത്. നേരത്തെ എണീച്ചിട്ട് ഞാൻ വന്നിട്ട് ആദ്യം ചാണകം കോരും, കഴുകും, കറക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആടുകളെ ഭാഗത്തേക്ക് തീരും, അവർക്ക് ഭക്ഷണം കൊടുക്കും, ഇല കൊടുക്കും. അങ്ങനെ അതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഒരു 8:30 ആകുമ്പോഴത്തേനാണ് ക്ലാസ്സിന് പോകും. പിന്നെ വൈകുന്നേരം ഒരു 5:45 വന്നിട്ട് വീണ്ടും ഈ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. ആദ്യമൊക്കെ അത്ര വലിയ കാര്യമാക്കിയിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ കുടുംബവും വലിയ പിന്തുണയാണ് ഫൈസാന് നൽകുന്നത്. അല്ല, ചെറുപ്പത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു തമാശയായിട്ടാണ് ഞാൻ കരുതിയത്. ആടെപ്പോൾ വാങ്ങിയാലും വാങ്ങുന്നതിൻ്റെ ഇരട്ടി ലാഭത്തിൽ വിൽക്കാൻ പറ്റിയൊരു സാധനമാണല്ലോ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അവൻ ആടിൽ നിന്നും മാറാതെ അതിനെ വളർത്തി, അതിനെ ചെന പിടിപ്പിച്ചു, ആട് പ്രസവിച്ചു, കുഞ്ഞുങ്ങളായി 2 ആടുള്ളത് 14 ആട് വരെ എത്തി. ഫൈസാൻ തന്റെ പഠനാവശ്യത്തിനും മറ്റുമുള്ള പണമെല്ലാം കണ്ടെത്തുന്നത് ഇവിടെ നിന്നാണ്. സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാം ഇതറിയാമെന്നും ഒരു ക്ഷീരകർഷകനായി അറിയുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ഫൈസാൻ പറയുന്നു. കൊടിഞ്ഞി തിരുത്തി സ്വദേശി മറ്റത്ത് അബ്ദുസമദിന്റെയും ഷെരീഫിയുടെയും മകനാണ് ഫൈസാൻ. പുതുതലമുറയിലെ കുട്ടികൾ പലപ്പോഴും വരാൻ മടിക്കുന്ന മേഖലയാണ് കാർഷിക മേഖല. എന്നാൽ സാമ്പത്തിക ലാഭത്തിനപ്പുറം ഒരു പാഷനായി കണ്ടാണ് ഫൈസാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. പഠനം തുടരുമ്പോഴും ഒരു കർഷകനായി തന്നെ തുടരണം എന്നതും ഫൈസാന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.